ഹായ് ഗായ്സ്, അപ്പോൾ റൂം ടൂർ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഏതായാലും നമ്മളെ വീട്ടിൽ വന്ന സ്ഥിതിക്ക് ഞാൻ വിചാരിച്ചെൻ്റെ റൂം ടൂർ ഒന്ന് കാണിച്ചേക്കാന്ന് പോകുന്നതിന് മുന്നേ. അപ്പോൾ ആദ്യം ഈ റൂമിൻ്റെ കോലം എന്തെന്നായെന്നുള്ളതും ഇപ്പോൾ ഈ റൂം ഞാൻ എങ്ങനെയാണ് മാറ്റിയെടുത്തെന്നുള്ളതും ഫുൾ ഡീറ്റെയിൽസ് 1 by 1 ആയിട്ട് ഓരോന്നിനും എനിക്ക് എത്ര എക്സ്പെൻസ് ആയെന്നൊക്കെ ഉള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാൻ വിചാരിച്ച്. ഇനിയിപ്പോൾ നിങ്ങളൊരു അപ്കമിങ് ബ്രൈഡ് ആണെങ്കിലോ അല്ലെങ്കിൽ റൂം മേക്ക് ഓവറൊക്കെ ഉദ്ദേശിക്കുന്ന ആളാണെങ്കിലോ നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിച്ചു. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അതിന് മുന്നേ ആദ്യം എൻ്റെ റൂം എങ്ങനെയെന്ന് ഞാൻ കാണിച്ചു തരാം. ഇവിടെ മൊത്തം അയൽ കെട്ടിയിട്ട് ഉണക്കാനിടാനും പിന്നെ വേണ്ടാത്ത എൻ്റെ കുറച്ച് ക്രാഫ്റ്റ് സാധനങ്ങൾ, എനിക്ക് പണ്ട് കുറച്ച് ക്രാഫ്റ്റ് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ മൂലയെ കൂട്ടിയിടാനും വേണ്ടിയിട്ട് യൂസ് ചെയ്ത റൂമാണ് എൻ്റെ റൂം. അവസാനം എനിക്ക് ആ റൂമൊന്ന് കിട്ടാൻ വേണ്ടിയിട്ട് വൃത്തിയായി കിട്ടാൻ വേണ്ടി ഞാൻ കല്യാണം കഴിക്കേണ്ടി വന്നു ഗൈസ്. അപ്പോൾ കല്യാണം കഴിക്കുമ്പോഴേക്ക് മെയിൻ എക്സൈറ്റ്മെൻറ്റ് അതും കൂടി എനിക്ക് സ്വന്തമായിട്ട് റൂം കിട്ടാൻ പോവാണല്ലോ എന്നുള്ളത്. അപ്പോൾ കയറുമ്പോൾ തന്നെ ഡോറിൻ്റെ ഇപ്പുറത്തായിട്ട് നമുക്കിവിടെ ഒരു ലോണ്ട്രി ബാസ്ക്കറ്റ് കാണാം, അതായത് നമ്മുടെ തിരുമാങ്കൊട്ട. നല്ല ക്യൂട്ടിൽ നല്ല രസമല്ലേ കാണാൻ, ഈ ഒരു തീമിലേക്ക് മാച്ച് ആയിട്ടുള്ള തിരുമാങ്കട്ട. ഇത് ഞാൻ ഗ്രാനോമെന്ന് വാങ്ങിയാണ്. ഗ്രാനോമ് പരക്കുമ്പോഴിന് ഇവിടെ കുറേ സാധനങ്ങളുണ്ട്, അവിടെ നിന്ന് വാങ്ങി ഞാൻ കാണിച്ചതല്ലോ. പിന്നെ അതിൻ്റെ നേരെ ഇപ്പുറത്തായിട്ട് നമുക്കൊരു വലിയ വാർഡ്രോബ് കാണാം. ഇവിടെ ഏറ്റവും വലിയ പരാതി എന്താണെന്ന് വെച്ചാൽ താഴെ 2 അലമാറയിലും എൻ്റെ ഡ്രസ്സ് വെച്ചിട്ട് ബാക്കിയുള്ളവരുടെ ഡ്രസ്സ് വെക്കാൻ സ്ഥലമില്ല എന്നുള്ളതിനും. അപ്പം ഞാൻ എന്താക്കി, ഇനി അങ്ങനെ സ്ഥലമില്ലായിക വരരുതെന്ന് പറഞ്ഞിട്ട് അലമാരയും ലോഫ്റ്റോട് കൂടി മൊത്തത്തിൽ വലിയൊരു അലമാര ഉണ്ടാക്കി. അപ്പം ഇതാണ് നമ്മുടെ വാർഡ്രോബ്. ഇതിൽ നമുക്ക് ബ്ലാങ്കറ്റ്, വലിയ ബെഡ്ഷീറ്റ്, മറ്റേ കംഫർട്ട് സെറ്റൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് മോള് ചെയ്താണ്. ഇപ്പം താഴെ അലമാരയെല്ലാം കൂടി ഇന്ത്യയിലാണ് ഉണ്ടച്ചത്. അപ്പം ഇപ്പം നമുക്ക് ലാഭമായി. ഇനി ഞാൻ മെയിനാവും. ഇപ്പം എൻ്റെ തന്നെ വേണ്ടി ഒന്നില്ല ചോദിച്ചു കാണിട്ട്. ഞാൻ താഴെ 4 സെക്ഷനായിട്ടാണ് വരുന്നത്. പക്ഷേങ്കിൽ താഴെ ഉമ്മൻ്റെ താത്തൻ്റെ ഒക്കെ റൂമിൽ വെച്ചപ്പോൾ എനിക്ക് വെക്കാൻ സ്ഥലമില്ലായി കഴിഞ്ഞു. ഇവിടെ വെച്ചപ്പോൾ ഇപ്പോൾ കുറേ സ്ഥലം ഒഴിവാണ്. ഇതൊക്കെ കല്യാണ തിരക്കിൽ താത്ത കൊണ്ടുപോയി മടക്കി വെച്ചാണ്. ഇതൊക്കെ റെഡിയാക്കിയിട്ടും കാര്യമില്ല, കാരണം ഞാൻ വേഗം എനിക്ക് എത്ര ആയാലും വൃത്തിയിൽ നിൽക്കില്ല, അതിൻ്റെ ഒരു സ്വഭാവമാണ്, എന്തായാലും കേട് വരും. എന്നിട്ട് അവിടെ ഒരു സെക്ഷന് ഉണ്ടോ, അടിയിൽ ഇതൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കണം. പിന്നെ ഇപ്പുറത്ത് ഇപ്പം എൻ്റെ കയ്യിൽ സ്ഥലം ബാക്കിയാണ്. പിന്നെ ഇവിടെ ഇങ്ങനെ ഇത് വരുന്നുണ്ട്, ഇവിടെ ലോക്കർ വരുന്നുണ്ട്, അതിലൊന്നും ഒന്നുമില്ല. ഇത് മൂഡ് നല്ല ആകുമ്പോൾ തിരിച്ചു വെക്കണം. ഇപ്പം നല്ല മൂഡ്, അപ്പം നമുക്ക് തിരിച്ചു വെക്കാം. ഓക്കെ, ഇനി ഇവിടെ കുറച്ച് ചുരിദാർ, ഇതോളെന്തൊക്കെയോ സെക്ഷൻ ആക്കി വെച്ചാന്നൊക്കെ പറഞ്ഞല്ലോ. ഇന്നോട് തകിടം മറന്നു വയ്ക്കുന്നല്ലോ, റെഡി ആക്കി വെക്കണം. പിന്നെ അതിലൊക്കെ ബ്ലാങ്കറ്റും ഇതൊക്കെ ആണുള്ളത്. അപ്പം അത് തുറന്ന് കാണിക്കാൻ എനിക്ക് എത്തൂല, കുറച്ച് പണി. അതിനോട് ഞാൻ തുറക്കുന്നില്ല, ലോക്കും ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇതാണ് ഈ കയറി വന്നിട്ടുള്ള ഈ സെക്ഷൻ. ഇതാണ് ഗൈസ്, കണ്ടോ. അപ്പോൾ ഈ സെക്ഷൻ കഴിഞ്ഞ് ഇനി അടുത്ത ഭാഗം. ഇനി നമ്മളെ കട്ടിലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, കട്ടിലൊരു കുഷ്യൻ വരുന്ന ഒരു ടൈപ്പ് സാധനമാണ് എടുത്തത്. 4 സൈഡും ഇതുപോലെ കുഷ്യൻ വരുന്ന ടൈപ്പാണ്. പിന്നെ മൊത്തത്തിൽ ഈ ഒരു കളർ തീമാണ് പിടിച്ചത്, ഒരു ബേജ് കളറിലാണ് പിടിച്ചത്. പക്ഷേങ്കിൽ ഞാൻ ബെഡ്ഷീറ്റ് എടുക്കാൻ പോയപ്പോൾ ഞാൻ വിചാരിച്ചത് ഇതിൻ്റെ കുറച്ചുകൂടി ഇത് ലൈറ്റാണെന്നതിന്. പക്ഷെ ഇവിടെ എത്തി നോക്കുമ്പോൾ കറക്റ്റ് സാധനം, കറക്റ്റ് അതിലേക്ക് യൂണിഫോം പോലെ ആയി കിട്ടി. ഇനി ഇതിൻ്റെ നേരെ ഇപ്പുറത്തായിട്ട് ഒരു സൈഡ് ടേബിൾ ഉണ്ട്. ഇതുപോലെ തന്നെ ഇപ്പുറത്തും ഒരു സൈഡ് ടേബിൾ വരുന്നുണ്ട്. ഇത് രണ്ടൊരു സെറ്റായിട്ട് എടുത്താണ്. അതുപോലെ തന്നെ ഈ സൈഡ് ടേബിളും നമ്മളെ കട്ടിലും ഈ വാർഡ്രോബും എല്ലാം കൂടി ഉയർത്തിന്ന് സെറ്റായിട്ട് എടുത്തതാട്ടോ. അപ്പം സൈഡ് ടേബിളിന് വരുന്നത് 2500, ഒന്നിന് 2500, അപ്പോൾ രണ്ടും കൂടി 5000. ഇതിനെത്രയിനും ഇതിന് 35,000 ആണോ എന്നാണ് എൻ്റെ ഒരു ഡൗട്ട്. 35 തോന്നുന്നുണ്ട് ഈ ഒരു ഫുൾ സെറ്റിന് വരുന്നത്. അതുപോലെ നമ്മളെ കട്ടിലിന് വരുന്നത് 25,000 25,000 തോന്നുന്നത്. അതുപോലെ ഇതും അവിടെ നിരത്താണ്. ഇതിന് 4,000 ആയിരുന്നു തോന്നുന്നുണ്ട്. ഈ ഒരു ഇതിന് പറയാം, നമ്മളെ മേക്കപ്പ് ടേബിളിൻ്റെ ഒക്കെ എടുത്ത് വെക്കുന്നതാണ്, അതായത് ഡ്രസ്സിങ് ടേബിളിൽ എടുത്ത് വെക്കുന്ന ചെയർ. അതിന് 4,000 ആണെന്ന് എനിക്ക് തോന്നുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഞാനൊരു അങ്ങനത്തെ ഒന്നും കൂടി വാങ്ങി, നമുക്ക് മേക്കപ്പ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ കൂടെ ഇങ്ങനെ വെക്കാൻ വേണ്ടിയിട്ട്. പക്ഷേങ്കിൽ ഈ ഒരു മിററിൻ്റെ കൂടെ അത് വെക്കൽ പോസിബിൾ ആവില്ല, കാരണം അത് രണ്ടും സെപ്പറേറ്റ് എടുത്തായതുകൊണ്ട് തന്നെ അതിൻ്റെ കൂടെ അത് പോസിബിൾ ആവില്ല എന്ന് പറഞ്ഞാൽ അതിനെക്കൊണ്ട് അതിപ്പോൾ സ്ഥിതി ചെയ്യുന്നവിടെ ഞാൻ കാണിച്ചു തരാം. ഇതുകൊണ്ട് കിടക്കുന്നത് അതിൻ്റെ ഒരു 2,000 വെറുതെ പോയി. പക്ഷേ ഇനി അപ്പുറത്തെ റൂമിലേക്ക് ഇട്ടെങ്കിൽ അത് മാറ്റി വെക്കണം.
ബട്ട് ആ ബോക്സും കൂടി വെച്ച് ഇതിൻ്റെ ഹൈറ്റ് കറക്റ്റ് ആയതിനു ശേഷം ലൈറ്റ് വെക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അത് പെൻഡിങ് ആയിപ്പോയി. പക്ഷേ ലാസ്റ്റ് ഇപ്പോൾ ബോക്സും ഇല്ല ലൈറ്റും ഇല്ലാണ്ടായി. അപ്പം ഈ മിററിന് എനിക്ക് വന്നത് 5600 6500 അങ്ങനെ തോന്നാണ് ഈ മിററിന് വന്നത്. നമുക്ക് ഇതിൽ നോക്കി മേക്കപ്പ് ഇടാം, വീഡിയോസ് എടുക്കാം, ഇവിടെ കുത്തി നിങ്ങനെ നമ്മളെ സൗന്ദര്യം ആസ്വദിക്കാം. എല്ലാത്തിനും വേണ്ടി നമുക്കിത് യൂസ്ഫുൾ ആക്കാം. ഇനി ഈ ഫുൾ സെറ്റ് എടുത്തതിൽ എനിക്ക് മൊത്തം ആയത് 72,000 അങ്ങനെ എന്തോ ആണ് മൊത്തത്തിലായത്. ഓക്കെ ഗൈസ്, ഇനി അടുത്തത് വരുന്നത് നമ്മുടെ കർട്ടനാണ്. ഇതിൽ നമ്മൾ മെയിനായിട്ട് കൊടുത്തത് 2 ടൈപ്പ് കർട്ടനാണ് കൊടുത്തത്. ഒന്ന് ഇങ്ങനത്തെ ഒരു ടൈപ്പും ഒന്നൊരു ലോങ് കർട്ടനും. എനിക്ക് മെയിനായിട്ട് എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ട ഈ ഒരു കർട്ടൻ്റെ ഭാഗമാണ് ഞാൻ കാണിച്ചു തരാം. ഈ ലൈറ്റ് ഇടുമ്പോൾ ഇവിടെ കാണുമ്പോൾ പ്രത്യേക ഒരു രസമാണ്. ഒരു എന്താ പറയുക, ഒരു ഗോൾഡൻ ടച്ച് ഇങ്ങനെ വരും മൊത്തത്തിൽ. ഇതിലിപ്പോൾ കറക്റ്റ് കിട്ടില്ല, പക്ഷെ ഞാൻ എടുത്ത വീഡിയോ ഞാൻ ഇതിൽ കാണിച്ചു തരാം. നല്ല രസമാണ് ഇങ്ങനെ കാണാൻ. അതുപോലെ തന്നെ ഈ ലൈറ്റും കണ്ടോ, ഇങ്ങനെ കളിക്കുമ്പോൾ നല്ല രസമാണ് കാണാൻ. അത് വലിയ റൗണ്ട് പോലെ പക്ഷേങ്കിൽ അല്ല സ്ക്വയർ പോലാന്ന് തോന്നുന്നത്. പിന്നെ ഈ ലൈറ്റ് ഞാൻ സെപ്പറേറ്റ് എടുത്തത് കൊണ്ട് ഇതിൻ്റെ മാത്രം റേറ്റിക്ക് സെപ്പറേറ്റ് അറിയാം. ഇതിന് 2200 അങ്ങനെ എന്തോ ആയത്. 3 കളേഴ്സ് ഉണ്ടാവും. അത് 3 കളേഴ്സ് എല്ലായിടത്തിലും ഉണ്ടാവും എന്നൊക്കെ അറിയാം. ബട്ട് ജസ്റ്റ് കാണിച്ചു തരാം. കണ്ടോ, ഈ 3 കളേഴ്സാണ് ഉണ്ടാവുക. റൂം ടൂർ ഭയങ്കര ബോറാണെന്ന് തോന്നുന്നു, എനിക്കിങ്ങനെ പറഞ്ഞു തരാൻ അറിയില്ല, അതുകൊണ്ടാണ്. ഇനി ഇതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്നോട് കമൻറ്റ് ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞുതരാം. ഈ മാറ്റ് ഞാൻ അവിടെ നിന്ന് എടുത്താട്ടോ. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഇതെന്ന് അറിയില്ല. പിന്നെ ഇത്ര സംഭവങ്ങൾ ഇവിടെ കാണിച്ചു തരാനുള്ളൂ. അപ്പം ഇനി ഈ കർട്ടനും ഇതിനും ഫുൾ സെറ്റിന് എത്ര അയച്ചാൽ ഇത് ടോട്ടൽ 20ൻ്റെ കർട്ടനാണ്. ഇതും കൂടി 20K ആണ് മൊത്തം വരിക. ബട്ട് എനിക്കതിൽ കൊളാബും കൂടി ആഡ് ആയിട്ട് എനിക്കതിന് 5000 ആണ് ചിലവായത്. ബാക്കി 15K കൊളാബിൽ ആഡായിപ്പോയി. പിന്നെ ഇതൊരു വെൽവെറ്റ് ടെക്സ്ചർ വരുന്ന കർട്ടനാണ്. ഇത് നല്ല രസമുള്ള കർട്ടനാണ് കേട്ടോ. എനിക്ക് കർട്ടൻ്റെ സെക്ഷൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിരിക്കണേ. ഈ ഒരു ലൈറ്റും ഇതും വരുമ്പോൾ ഇവിടെ കാണാൻ ഭയങ്കര രസമാണ്. പിന്നെ ഓക്കെ, ഇനി ഈ റൂമിലുള്ള ബാക്കി ബെഡ്ഷീറ്റ്, കംഫർട്ടർ, ഈ മാറ്റ്, ഈ ലോണ്ടറി ബാഗ്, അങ്ങനെ കുറച്ച് നമ്മൾ അതിൻ്റെ കൂടെ കുറച്ച് ബെഡ്ഷീറ്റും എല്ലാ സാധനവും കൂടി വാങ്ങിയ ഒരു 15Kയിലാണ്. ആ 15K നമുക്ക് കൊളാബായിട്ട് ചെയ്തതാണ്. അപ്പം അതിനെനിക്ക് പൈസ ആയില്ല. പിന്നെ AC-ക്ക് ഒരു 35 റുപ്യ അയക്കുന്നത്. പിന്നെ ഫാനും ഈ റൂമിലത്തെ ലൈറ്റ്സും ഈ ലൈറ്റും ഇലക്ട്രിക്കൽ വർക്ക്സും കാര്യം മൊത്തത്തിൽ എനിക്കൊരു 21,000 or 22,000 ആണ് ആയത്. പിന്നെ അതായത് ഈ ഒരു സീലിംഗ് ചെയ്ത സമയത്തും അതിൻ്റെ ഇലക്ട്രിക് വർക്കും കാര്യമൊക്കെ ആയിട്ട് കുറച്ച് പൈസ അതിലേക്കും ഇലക്ട്രീഷ്യൻ കയറി, അങ്ങനെ മൊത്തത്തിൽ 22 or 21 അങ്ങനെ എന്തോ ആണ് ആയത്. പിന്നെ ഈ സീലിങ്ങിന് 14,500. എൻ്റെ ഫോണിൽ 5 മണിക്ക് അലാറം വെച്ചിരുന്നു, അത് അടിയുന്നുണ്ട്. ഓക്കെ, പിന്നെ ഈ സീലിങ്ങിന് എനിക്കായത് 14,500 ആണ്. പിന്നെ ബെഡും പില്ലോയും, ആ ചെറിയ പില്ലോ ഈ കംഫർട്ടറിൻ്റെ കൂടെ കിട്ടിയാണ്. പിന്നെ ബെഡും പില്ലോയും സെറ്റും എമ്മയാണ്, എമ്മൻ്റെതാണ്. എമ്മ ഞാൻ കൊളാബായിട്ട് എടുത്തതാണ്. ഓക്കെ, അപ്പം ഇത്രയാണ് നമുക്ക് ഈ റൂമിൽ വന്ന ചിലവുകൾ. ഇനി ഇവിടെ ഒരു വേസ്റ്റ് ബാസ്ക്കറ്റ് ഉണ്ട്. ഇതിനോട് എല്ലാവരും ചോദിച്ചിരിക്കുന്നത് ലൈറ്റ് ആണോ എന്നാണ് ചോദിച്ചത്. കാണുമ്പോൾ ലൈറ്റ് പോലെ ഉണ്ടാവും. നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ബാസ്ക്കറ്റാണ്, കണ്ടോ. പക്ഷെ ഇതിന് വെക്കാൻ ഒരു പ്രോപ്പറായിട്ടുള്ള സ്ഥലം ഞാൻ ഇതുവരെ കണ്ടുപിടിച്ചില്ല. ഇവിടെ 2 സ്ഥലത്തും ഈ സൈഡ് ടേബിൾ വന്നുകൊണ്ട് തന്നെ ഇതിൻ്റെ പേടെ വെക്കുന്ന ഇത് സംഭവം കയറി ലോണ്ടറി ബാഗ് വെക്കാൻ നമ്മൾ പറ്റൂല. കാരണം നമ്മൾ അയച്ചിട്ട് ഡ്രസ്സൊക്കെ ഉണ്ട്, എങ്ങാനും സ്മെല്ലടിച്ചാൽ കയറുമ്പോൾ റൂമൊക്കെ കയറുമ്പോൾ തന്നെ ബാഡ് സ്മെല്ലടിക്കും. പക്ഷെ എനിക്കത് അവിടെ വെക്കാൻ പറ്റില്ല. പക്ഷെ വേറെ വെക്കാനുള്ളൊരു സ്പേസ് ഇല്ല, ഉണ്ടോ. ഇതാണ് അവസ്ഥ. നമ്മൾ വേറൊരു കാര്യം പറയാൻ പറഞ്ഞു. അപ്പം നമുക്ക് പെയിൻറ്റിങ്ങും പുട്ടി പെയിൻറ്റിങ്, ലേബർ ചാർജ് അങ്ങനെ മൊത്തത്തിലായതൊരു 13 സംതിങ് ആണ് കേട്ടോ. അതിൻ്റെ ചാർജ് മൊത്തം നമുക്കൊരു 13 സംതിങ് ആണ് വന്നത്. അപ്പം ഇതാണ് നമ്മളെ റൂമിൻ്റെ മൊത്തം എക്സ്പെൻസ് ടോട്ടൽ ചെയ്തപ്പം. അതായത് കർട്ടനും ഇതൊക്കെ ഇൻക്ലൂഡ് ആക്കി ചെയ്യുകയാണെങ്കിൽ ഒരു 2 സംതിങ്, 2 30
എന്തായാലും 230, 240 ആ ഒരു റേഞ്ചിലാണ് ഇതിൻ്റെയൊക്കെ റേറ്റ് ഇൻക്ലൂഡ് ആക്കിയിട്ട് ചെയ്യുകയാണെങ്കിൽ വരിക. ബട്ട് നമുക്ക് ഇതൊക്കെ മൈനസ് ആക്കുമ്പോൾ നല്ലൊരു ഡിഫറൻസ് വരുന്നുണ്ട് മൊത്തത്തിൽ. അപ്പോൾ ഇതൊക്കെയാണ് റൂം ടൂർ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ റൂം ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇഷ്ടപ്പെട്ടെന്ന് പറയാം. ഓരോ സെക്ഷനും ഞാൻ കഷ്ടപ്പെട്ട് നോക്കി, പൈസ മുടക്കി കഷ്ടപ്പെട്ട് ഓരോന്ന് കണ്ടുപിടിച്ച് ഓരോരുത്തർ പോയി പർച്ചേസ് ചെയ്ത് ഓരോന്നിൻ്റെ വയ്യേക്ക് പോയി ഇതിൻ്റെയൊക്കെ ഫാക്ടറിയിലൊക്കെ പോയി ഓരോന്ന് പറഞ്ഞ് ചെയ്യിപ്പിച്ചെടുത്താണ്. അപ്പോൾ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാം. ഒരു വൃത്തിയുള്ള റൂം ആയിക്കോ എന്നുള്ളത് കമൻറ്റ് ചെയ്യാം. ഞാൻ ഇതൊക്കെ വിളിച്ച് നല്ല വൃത്തിയാക്കിയിട്ട് പോയതായിരുന്നു. പക്ഷെ ഇട്ടും മറിയ ഐശും ഇവിടെ കിടന്ന് കണ്ടോ. മറിയ കീഴിൽ മെയിനായിട്ട് തുള്ളിക്കളിയാണ്ടോ, ഇതൊക്കെ കൊളാക്കിയിട്ടേക്കണേ. അപ്പം ഇതാണ് എൻ്റെ റൂം ഗായ്സ്. അപ്പം റൂം ടൂർ അത്രയേ ഉള്ളൂ. ഇനി ഡീറ്റെയിൽ ആയിട്ട് എന്താ പറയേണ്ടത് എനിക്കറിയില്ല. ഇതന്നെ കുറച്ച് ഓവറായി പോയെന്നും അറിയില്ല. എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് നിൽക്കുക, പിന്നെ ബെൽ ബട്ടൺ അമർത്തുക. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുക, ആർക്കെങ്കിലുമൊക്കെ ഷെയർ ചെയ്തൊക്കെ കൊടുക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.